ഡയറക്ഷൻ ലേണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ആത്മാഭിമാനത്തോടു കൂടിയും വളരെ സന്തോഷത്തോടു കൂടിയുമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എന്താണെന്നല്ലേ, ഇപ്പോൾ നമുക്കറിയാം 2-3 ആഴ്ചകളായിട്ട് 10th ലെവൽ പ്രിലിമിനറി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് വരെയാണ് 10th ലെവൽ പ്രിലിമിനറി കഴിഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് 11-ാം തീയതിയാണ് വരുന്നത്. അത് 3ാമത്തെ സ്റ്റേജാണ്. അപ്പോൾ കേരള PSC നടത്തുന്ന ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരീക്ഷയാണ് 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ. ഇപ്പോൾ 2 എക്സാം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഡയറക്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ 2 എക്സാമുകളിൽ നിന്ന് ചോദിച്ചത് ഏകദേശം 90% ചോദ്യങ്ങളാണ് ഡയറക്ഷനിൽ നിന്നും മാത്രം, അതായത് ഡയറക്ഷൻ ലേണിങ്ങിൽ നിന്നും മാത്രം പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചത്. ഓക്കെ, ഇനി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1ാം ഘട്ട പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞ സമയത്ത് എല്ലാവരും പറഞ്ഞു മാത്സ് ഒരല്പം പാടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ 1ാം ഘട്ടം കഴിഞ്ഞപ്പോൾ മാത്സ് ഒരു 5-6 ക്വസ്റ്റ്യൻ ഇത് ടഫായിരുന്നു എന്ന് പറഞ്ഞു. ആ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഏകദേശം 1 മാസം മുമ്പേ നമ്മുടെ യൂട്യൂബ് ചാനലിൽ, ഡയറക്ഷൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ തന്നെ ക്ലാസ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അത് മുന്നേ PSC ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യനും കൂടെ ആയിരുന്നു. ഓക്കെ, അതുപോലെ SSC ടൈപ്പ് ഒരു ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. ആലോചിച്ചെടുക്കേണ്ട ഒരു ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. അതും നമ്മുടെ ഡയറക്ഷൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി GKയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ആകട്ടെ, ഇനി ഹിസ്റ്ററി ആകട്ടെ, അതുമല്ലെങ്കിൽ നവോത്ഥാനമാവട്ടെ, ഏത് മേഖലയോ ആകട്ടെ, എല്ലാം നമ്മുടെ ഡയറക്ഷൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, പുറമേ നമ്മുടെ ചാനൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിന് വളരെ ലെങ്ത് ഇല്ല എന്നുള്ളൊരു വാസ്തവമാണ്. ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ ആണ് ഒരു ക്ലാസ്സിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്, ഇല്ലേ? അപ്പോൾ പക്ഷേ ഈ ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ അതിലുള്ള കണ്ടൻറ്റുകൾക്കാണ് പ്രാധാന്യം. അത് ഒന്നും കൂടെ ഡയറക്ഷൻ തെളിയിച്ചതാണ്. ഓക്കെ, കണ്ടൻറ്റിന് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഡയറക്ഷൻ്റെ ഓരോ ക്ലാസ്സുകളും നൽകുന്നത്. അത് ഓൺലൈൻ ക്ലാസ് ആയിരുന്നാലും ശരി തന്നെ, ഓഫ്ലൈൻ ക്ലാസ് മുമ്പ് ഉണ്ടായിരുന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ഡയറക്ഷന് 10th ലെവൽ പ്രിലിമിനറിക്ക് ക്രാഷ് കോഴ്സ് ഉണ്ടായിരുന്നു. ആ ക്രാഷ് കോഴ്സിൽ ക്രാഷ് കോഴ്സിൽ പഠിച്ച മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും 80+ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുന്നു, നമ്മുടെ യൂട്യൂബ് ചാനലിലും നമ്മുടെ ക്രാഷ് കോഴ്സ് എടുത്ത ഉദ്യോഗാർത്ഥികളും ഉണ്ടെങ്കിൽ ഇനി വരുന്ന പരീക്ഷ നിങ്ങൾക്ക് ഇനി അടുത്ത ലെവൽ പരീക്ഷ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, പരീക്ഷ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുടെ അടുത്തല്ല, പരീക്ഷ ഇനി നടക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ അടുത്താണ് ഞാനിത് സംസാരിക്കുന്നത്. ഓക്കെ, പരീക്ഷ കഴിഞ്ഞപ്പോൾ 2 ലെവൽ പരീക്ഷയും കഴിഞ്ഞപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ച സംഭവങ്ങൾ തന്നെയാണ് ചോദിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആശംസകൾ നേർന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അവരുടെ സ്നേഹപ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നത്. ഓക്കെ, നമ്മുടെ PSC ബേസ്ഡ് യൂട്യൂബ് ചാനലിൽ തന്നെ ഏകദേശം 1500-ൽ പരം ക്ലാസ്സുകളാണ് ഡയറക്ഷൻ്റെ യൂട്യൂബ് ചാനലിൽ മാത്രമായിട്ട് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ PSC ആവട്ടെ, SSC ആവട്ടെ, UPSC എക്സാംസ് ആവട്ടെ, ബാങ്കിൻ്റെ എക്സാംസ് ആവട്ടെ, പരീക്ഷ ഏത് വന്നിരുന്നാലും ഡയറക്ഷൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് മാത്രമായിട്ട് പഠിച്ചാലും മതി, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതൊരു പ്രമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, സത്യസന്ധമായിട്ടുള്ള ഒരു മറുപടിയാണ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ നിലവിൽ നമുക്ക് 10th ലെവൽ പ്രിലിമിനറിക്ക്, +2 ലെവൽ പ്രിലിമിനറി, ഡിഗ്രി ലെവൽ പ്രിലിമിനറി PSC നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും കോഴ്സുകൾ അവൈലബിളും കൂടെയാണ്
അതുപോലെ തന്നെ SSC UPSC പരീക്ഷകൾക്കും ബാങ്ക് എക്സാംസിനും ഡയറക്ഷന് കോഴ്സ് നിലവിലുണ്ട്, ഓൺലൈൻ ക്ലാസ് നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾ ഇതിലും കൂടുതൽ മാർക്കിന് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വരുന്ന പരീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇനി അടുത്ത 10th ലെവൽ പ്രിലിമിനറിയോ +2 ലെവൽ പ്രിലിമിനറിയോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പേ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് വീഡിയോസ് എല്ലാം ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ ഞാൻ തന്നെ ഏകദേശം ഒരു 100-ൽ പരം വീഡിയോസ് തന്നെ എൻ്റെ ക്ലാസ് മാത്രമായിട്ടുണ്ട്. ബാക്കി നല്ല നല്ല അധ്യാപകരുടെ ക്ലാസ്സുകളും ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും ഒരു തവണയെങ്കിലും എല്ലാ വീഡിയോസും ഒന്ന് നോക്കിയിട്ട് ഈ വരുന്ന 10th ലെവൽ പ്രിലിമിനറിക്ക് പോകുക, എങ്കിൽ വിജയം സുനിശ്ചിതം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.